ഇനി സിമ്പിളായിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അതിനാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3/4 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കും. 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ചേർത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ വറുത്ത അതേ ഓയിലിൽ കുറച്ച് ഓയിൽ മാറ്റി അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് സ്പ്രിംഗ് ഒനിയനും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ്സ് ഒന്ന് ഇളക്കി കൊടുക്കും. ചില്ലി ചിക്കൻ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി.